ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഗമനത്തിൽ മൂന്നാം ഞായറാഴ്ചത്തേക്കുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ഭയത്തിൻ്റെ പിടിയിൽ നിന്നുള്ള മോചനം, ഡെലിവറൻസ് ഫ്രം ദി ഗ്രിപ്പ് ഓഫ് ഫിയർ. അതുപോലെ തന്നെ ഇന്നത്തെ ഞായറാഴ്ച യോസഫിനോടുള്ള അറിയിപ്പായിട്ടും സഭ കൊണ്ടാടുന്നു. നേരത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ, പഴയ നിയമ വേദഭാഗം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെ, സങ്കീർത്തനം 27, പുതിയ നിയമത്തിൽ നിന്നും 1 യോഹന്നാൻ 4:13 മുതൽ 21 വരെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 27:3. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ആഗമനത്തിലെ 3-ാം ഞായറാണ് ഇന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുന്ന നാളുകളാണ് ആഗമനത്തിൻ്റെ നാളുകൾ. ഇന്നത്തെ ചിന്താവിഷയം ഭയത്തിൽ നിന്നുള്ള മോചനം എന്നതാണ്. മശിഹ വരവിന് മുന്നോടിയായിട്ട് ദൂതന്മാർ അറിയിച്ചതായിട്ടുള്ള സന്ദേശം, ഭയപ്പെടേണ്ട. യേശുക്രിസ്തുവിൻ്റെ ജനനം ജനങ്ങൾക്ക് നൽകുന്നത് ഭയത്തിൽ നിന്നുള്ള മോചനം ആണ്. ഭയം എന്നത് ഒരു വികാരമാണ്. അത് നമ്മുടെ ആരോഗ്യത്തെയും ഊർജത്തെയും നശിപ്പിക്കുന്നു. ജീവിതത്തെ പ്രത്യാശയോടുകൂടെ ധൈര്യത്തോടുകൂടെ നയിക്കുവാൻ ഭയത്തെ പുറത്താക്കണം. ഭയം നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭയം വിശ്വാസത്തിന് വിപരീതമാണ്. ദൈവം സകല കാര്യങ്ങളും അറിയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വഴികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ ആഗമന കാലയളവിൽ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് മറിയയുടെ ഭർത്താവ് ജോസഫിന് സ്വപ്നത്തിലൂടെ ദൈവം പ്രത്യക്ഷനാകുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുമ്പോൾ യേശുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ദൈവിക പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ജോസഫിന് വളരെയധികം ആശങ്കയും ഭയവും ഉണ്ടാകുന്നതായിട്ട് നാം വായിക്കുന്നു. മറിയയ്ക്ക് ലോകാപവാദം ഉണ്ടാകാതിരിക്കുവാനായിട്ട് മറിയയെ രഹസ്യത്തിൽ ജോസഫ് ഉപേക്ഷിക്കുവാൻ പ്ലാൻ ചെയ്യുന്നു. പിന്നീട് ദൂതൻ പ്രത്യക്ഷനായി ജോസഫിന് സ്വപ്നത്തിലൂടെ അരുളപ്പാട് ലഭിക്കുന്നു, മറിയയെ ചേർത്തുകൊള്ളുവാൻ. യേശുക്കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ നശിപ്പിക്കുവാനായിട്ട് ഹെരോദാവ് ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ കുട്ടിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാൻ ദൂതൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം വീണ്ടും സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷനായി ഈ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവിക രക്ഷാപദ്ധതിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജോസഫും മേരിയും പ്രവർത്തിക്കുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ജോസഫിനെ സംബന്ധിച്ചോളം ഇതിനെല്ലാം ഭയപ്പെട്ട ഒരവസ്ഥയുണ്ടായി. എന്നാൽ ആ അവസരങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കും. ദൈവം അതിനെല്ലാം നീക്കുപോക്ക് ഉണ്ടാക്കുന്നു. പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ദൈവം ചെയ്യുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണിയിരിക്കുന്നു. ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. ഇവയെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് തൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് നമുക്ക് നൽകുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് ദൈവിക വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ഫെയ്ത്ത് ഇൻ ഡിവൈൻ പ്രോമിസസ്.
ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വലിയതാണ്. നമ്മളിന്ന് പഴയ നിയമമായ ഭാഗമായിട്ട് വായിച്ച യോശുവയുടെ പുസ്തകത്തിൽ യോശുവയ്ക്ക് നൽകുന്ന ഒരു വാഗ്ദാനം നമ്മളവിടെ വായിക്കുന്നു. ഒരു മനുഷ്യനും നിനക്ക് എതിർ നിൽക്കുകയില്ല, നിന്റെ അതിർ വിശാലമാക്കും, നീ ചെല്ലുന്നിടത്തെല്ലാം ശുഭമായിരിക്കും. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ അടിമകളായിട്ട് ജീവിച്ചപ്പോൾ ആ അടിമത്തത്തിന് ശേഷം ദൈവം മോശയിൽ കൂടി ഒരു വാഗ്ദത്ത ദേശം നൽകി. ആ വാഗ്ദത്ത ദേശത്തിൽ എത്തിച്ചേരുവാൻ ദൈവം മോശയെ നിയോഗിച്ചു. അതിനുശേഷം ആ ദൗത്യം യോശുവയെ ഫലമേൽപ്പിച്ചു. വാഗ്ദത്ത ദേശത്ത് എത്തുവാനായിട്ട് ബാഹ്യമായ ധാരാളം ഭയപ്പെടുത്തലുകളുടെ മധ്യത്തിലാണ് ഈ ഒരു വാഗ്ദാനം അവർക്ക് ലഭിച്ചത്. ഈ വാഗ്ദാനം യോശുവയ്ക്ക് ലഭിച്ചപ്പോൾ ആത്മബലത്തോടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യം യോശുവയ്ക്ക് ലഭിച്ചു. ആ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ യോശുവയോട് ദൈവം ആവശ്യപ്പെടുന്നു. പുതിയ നിയമത്തിലും യേശുവിൻ്റെ വരവിനോട് മുന്നോടിയായിട്ട് യോസഫിന് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ഒരു ശിശുവിനെയാണ്. ഒരു ശിശു എന്നത് ഒരു പ്രതീക്ഷയുടെ അടയാളമാണ്. ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനാവുമ്പോൾ ദൂതന്മാർ വാഗ്ദാനം ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഭൂമിയിൽ സമാധാനം നൽകുവാനായിട്ടാണ്. ഈ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ചാണ് ഭയത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വാഗ്ദാനത്തിൽ നാം വിശ്വസിക്കണം. ഫെയ്ത്ത് ഇൻ ദി ഡിവൈൻ പവർ ഓഫ് ഗോഡ്. ദൈവിക വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവിക ശക്തിയിലും നാം വിശ്വസിക്കണം. ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം 27-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. സൈന്യം എന്നത് ശക്തിയുടെ പ്രതീകമാണ്. എന്നാൽ ദൈവം അതിനെക്കാട്ടിലും ശക്തനാണ്, അല്ലെങ്കിൽ സർവശക്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ മറിയയോട് ദൈവദൂതൻ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. 27-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടെ പറയുന്നു, അവനെൻ്റെ വെളിച്ചം, രക്ഷ, ജീവന്റെ ബലം, മറവിടം, തുണ എന്നീ വിശേഷണങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെ വിളിച്ചറിയിക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ട് ദൈവിക ശക്തിയിൽ നാം ആശ്രയിക്കണം. സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഉള്ളപ്പോൾ ഭയം കൂടാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഭയവും സാങ്കേതിക ഭീതികളും മനുഷ്യന്റെ പല ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോവിഡ് വന്നതായിട്ടുള്ള സമയത്ത് ധാരാളം ആളുകൾ കോവിഡിനെ ഭയന്ന് മരിച്ചതായിട്ട് നാം വായിക്കുകയുണ്ടായി. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച്, ആ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഭയത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവ സ്നേഹത്തിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഇൻ ഡിവൈൻ ലവ്. ദൈവസ്നേഹം നമ്മെ ഭയരഹിതമായി ജീവിക്കുവാൻ സഹായിക്കുന്നു. ഇന്നത്തെ 2-ാം പാഠം നമ്മൾ വായിക്കുമ്പോൾ അത് ഓർപ്പിക്കുന്നത് ദൈവം സ്നേഹം തന്നെ എന്നതാണ്. സ്നേഹം ദൈവീകമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, സ്നേഹത്തിൽ ഭയമില്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവർ സ്നേഹത്തിൽ തികഞ്ഞവൻ അല്ല. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം കൂടെ നമുക്ക് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം ഇവ നമുക്ക് വലിയ ധൈര്യം നൽകുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഏറ്റവും ഭയപ്പെടുന്ന കാര്യമാണ് മരണമെന്ന ഭയം. അതുകൊണ്ട് നിത്യജീവനെ കുറിച്ചുള്ള അറിവ് മരണഭയത്തെ പുറത്താക്കുന്നതിന് സഹായിക്കും. ദൈവസ്നേഹത്തിലൂടെ നിത്യജീവൻ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് മരണഭയത്തെ പുറത്താക്കി ഭയം എന്ന കൂരിരുട്ട്
നമ്മളിൽ നിന്ന് അകറ്റിക്കളയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവിക പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഭയമെന്ന ഇരുട്ട് അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകല ഭയങ്ങളെയും പുറത്താക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒന്ന് യോഹന്നാൻ 4:18 പറയുന്നു, സ്നേഹത്തിൽ ഭയമില്ല, തേഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ ഒരു വിശ്വാസത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ദൈവിക വാഗ്ദാനങ്ങളുടെ വിശ്വാസം നമ്മെ നിർഭയരായിട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും ദൈവവിശ്വാസം നമ്മെ ശക്തീകരിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ ഭയപ്പെടുത്തി വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരുന്ന രീതി പലരും അവലംബിക്കാറുണ്ട്. എന്നാൽ ദൈവം സ്നേഹമാണ്. ആ ദൈവസ്നേഹത്താൽ എല്ലാ ഭയങ്ങളും പുറത്താക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൊവിഷൻസിൽ, ദൈവം തരുന്നതായിട്ടുള്ള എല്ലാ ഇടപെടലുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ഇതൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, ഭയത്തിൻ്റെ തടവറയിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങളുടെ ബലഹീനതകളിൽ തുണ തരുന്നത് ഓർത്ത് സ്തോത്രം. ഞാൻ നിർഭയനായി വസിക്കുമെന്ന് സങ്കീർത്തനക്കാരനെ പോലെ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.